അതിന് നല്ലൊരു ഉദാഹരണമാണ് നോട്ട് നിരോധനം. എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു, എത്രയോ ആളുകൾ മർദ്ദനമേറ്റു, എത്രയോ ആളുകൾ ആ നാളുകളിൽ പട്ടിണി കിടക്കേണ്ടി വന്നു. ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും അദ്ദേഹത്തോട്, നമ്മുടെ പ്രധാനമന്ത്രിജിയോട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ്, പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അന്നുമില്ല ഇന്നുമില്ല. സർക്കാരിന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ള, അല്ലാതെ മനുഷ്യന്റെ ക്ഷേമകരമായ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. ഈ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? അതിനൊക്കെ രാഷ്ട്രീയക്കാരല്ലേ? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യത്ത് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് LPGയുടെ ദൗർബല്യത. ദീർഘവീക്ഷണത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും പരാജയമായിട്ട് പലരും ഇതിനെ കാണുന്നുണ്ട്. ഇന്ത്യയിലെ പാചകവാതക അല്ലെങ്കിൽ LPG വിപ്ലവം പലപ്പോഴും ഒരു വലിയ പൊതുനയ വിജയം ആയിട്ടായിരുന്നു നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പോലെയുള്ള പദ്ധതികൾ ഗ്രാമീണ മേഖലയിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കിടയിലും ശുദ്ധമായ പാചക ഇന്ധനത്തിൻ്റെ ലഭ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ദി ഹിന്ദു പത്രത്തിൽ, ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ മുൻ ചെയർമാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ശ്രീകാന്ത് മാധവ് വൈദ്യ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിജയം ഒരു വലിയ ഘടനാപരമായ ബലഹീനത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ LPG വിതരണ സംവിധാനം ബാഹ്യമായ ആഘാതങ്ങളാൽ തകരാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് അന്ന് മുതൽ തന്നെ പലരും നിരീക്ഷിച്ചിരുന്നത്രേ. ഇന്ത്യൻ ഗവൺമെന്റ് ഈ ദുർബലത മുൻകൂട്ടി കാണുന്നതിലും പരിഹരിക്കുന്നതിലും എങ്ങനെ പരാജയപ്പെട്ടുവെന്നും ഈ പ്രതിസന്ധി തടയാൻ എന്ത് തന്ത്രപരമായ മുൻകരുതലുകൾ എടുക്കാമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് നയപരമായ പരാജയം, സുരക്ഷിതമില്ലാത്ത വിപുലീകരണം. സർക്കാരിന്റെ പ്രാഥമിക ശ്രദ്ധ LPG ലഭ്യത വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു, അല്ലാതെ ദീർഘകാല ഊർജ സുരക്ഷയിലല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദശലക്ഷക്കണക്കിന് കണക്ഷനുകൾ വിതരണം ചെയ്തപ്പോൾ നയരൂപകർത്താക്കൾ ഒരു പ്രധാന ചോദ്യം ചോദിക്കാൻ മറന്നുപോയി. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കുടുംബങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി പ്രകാരം കൊടുത്തിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും LPG വിതരണം ചെയ്യാൻ ഇന്ത്യക്ക് സുസ്ഥിരമായി സാധിക്കുമോ എന്നുള്ള ചോദ്യം അവർ ചോദിച്ചില്ല. ഇത് വിതരണ സുരക്ഷ ആസൂത്രണമല്ലാതെ ഡിമാൻഡ് കുതിച്ചുയരാൻ തക്കവണ്ണം കാരണമായി. രണ്ടാമതായിട്ട് ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ പകുതിയിലധികവും ഇറക്കുമതി ചെയ്യുന്നതാണെന്നുള്ളത് നമുക്കറിയാം, പ്രധാനമായും പശ്ചിമേഷ്യയിൽ നിന്ന്. ഈ വിതരണങ്ങൾ ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ഇടനാഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഗവൺമെന്റിന്റെ പരാജയം എന്താണ് ഈ കാര്യത്തിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മേഖലയിലെ ഭൗമരാഷ്ട്രീയ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ അസ്ഥിരത വളരെ കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ അവഗണിച്ചു. പരിമിതമായ വിതരണക്കാരെ മാത്രം ആശ്രയിക്കുന്നത് നമ്മുടെ സർക്കാർ തുടർന്നു. ഇറക്കുമതി പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിച്ചില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും നമ്മൾ LPG വാങ്ങിക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കിയില്ല. അതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു? മേഖലയിലുണ്ടായ ഏതെങ്കിലും സംഘർഷമോ ഷിപ്പിംഗ് തടസ്സങ്ങളോ ഇന്ത്യയിലെ LPG ലഭ്യതയെ പെട്ടെന്ന് തന്നെ ബാധിച്ചു എന്നുള്ളതാണ്. ഇത് വെറും ഒരു സാമ്പത്തിക പ്രശ്നമായിട്ട് മാത്രം നമ്മൾ കാണരുത്, മറിച്ച് ദേശീയ സുരക്ഷാ വെല്ലുവിളിയും കൂടിയാണ്. മൂന്നാമതായിട്ട് തന്ത്രപ്രധാനമായ LPG ശേഖരത്തിന്റെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് റിസർവ്സ്, അതിൻ്റെ ഒരു അഭാവം വളരെ പ്രകടമായിരുന്നു നമ്മുടെ രാജ്യത്തിൽ. നമുക്കറിയാവുന്ന പോലെ ക്രൂഡ് ഓയിലിന് ഇന്ത്യ തന്ത്രപ്രധാനമായ കരുതൽ ശേഖരം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും LPGക്ക് അത്തരമൊരു മുൻഗണന നൽകിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നയപരമായിട്ടുള്ള വിടവ്, വൻകിട സംഭരണ സൗകര്യങ്ങളുടെ അഭാവം വളരെ കൃത്യതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബോട്ടിലിംഗ് പ്ലാന്റുകളിൽ പരിമിതമായ സ്റ്റോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എമർജൻസി റിസർവ് പ്ലാന്റിങ്ങിന്റെ കുറവ് നമ്മുടെ രാജ്യത്ത് വളരെയധികമുണ്ട്. വിതരണ ശൃംഖലകൾ അസ്ഥിരമാണെന്ന് അറിഞ്ഞിട്ടും ദീർഘകാല സംഭരണ പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നത് വലിയ പരാജയമായിട്ട് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മാത്രമല്ല, ഇത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും കരുതൽ നിക്ഷേപം കൂട്ടാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇമ്പച്ചുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. അതിന് നല്ലൊരു ഉദാഹരണമാണ് നോട്ട് നിരോധനം. എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു, എത്രയോ ആളുകൾ മർദ്ദനമേറ്റു, എത്രയോ ആളുകൾ ആ നാളുകളിൽ പട്ടിണി കിടക്കേണ്ടി വന്നു.
ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും അദ്ദേഹത്തോട്, നമ്മുടെ പ്രധാനമന്ത്രിജിയോട് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ്, പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല, അന്നുമില്ല ഇന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയം. അതിനെ ഇവിടെ ദ ഹിന്ദുവില് വൈദ്യർ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുകയാണ്. നാലാമതായിട്ട് ജസ്റ്റ് ഇൻ ടൈം എന്ന മിഥ്യ, അതായത് ഇന്ത്യയുടെ LPG വിതരണം ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം എത്തിക്കുന്ന രീതി, ആ ഒരു മോഡലിൽ പ്രവർത്തിക്കുന്നത് വളരെ അപകടകരമാണ്. അതായത് കുറഞ്ഞ സംഭരണശേഷി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് നമ്മൾ അറിയണം. 2 ആഴ്ചയോ 3 ആഴ്ചയോ വിതരണത്തിൽ തടസ്സമുണ്ടായാൽ സിലിണ്ടർ ക്ഷാമം, പരിഭ്രാന്തി മൂലമുള്ള വാങ്ങൽ, വിലക്കയറ്റം എന്നിവയിലേക്ക് അത് നയിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ അത് അനുഭവിക്കുകയാണ്. 19.5 കിലോയുടെ ആ സിലിണ്ടറിന് 1900 ചില്ലുവാനം രൂപയായിരുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 2100 ചില്ലുവാനം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു വിലക്കയറ്റം. അപ്പോൾ എന്താ സംഭവിക്കുക? ഹോട്ടലുകളിലും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള സിലിണ്ടറുകളാണ്. ക്ഷാമം ഉണ്ടാകുമ്പോൾ വില കൂട്ടി വിൽക്കുക, ബ്ലാക്കിൽ വിൽക്കുക. അപ്പോൾ ഇതൊക്കെ ക്ഷാമത്തെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ വിലക്കയറ്റം ഒക്കെ ഇത് നയിക്കും എന്നുള്ളത് മറക്കാൻ കഴിയുകയില്ല. ഒരു ക്ഷേമ പദ്ധതി പെട്ടെന്ന് തന്നെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളത് വീണ്ടും നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. 1, 2, 10 പ്രാവശ്യം അല്ല ഈ കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള മടയത്തരങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്തിരിക്കുന്നതെന്ന് പലരും വീക്ഷിക്കുന്നുണ്ട്. 5-മതായിട്ട് അപൂർണമായ അടിസ്ഥാന സൗകര്യ ആസൂത്രണം. അപൂർണമായ അടിസ്ഥാന സൗകര്യ ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LPG കണക്ഷനുകൾ വർദ്ധിപ്പിച്ചെങ്കിലും അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്ക് വലിയ റോഡുകളൊക്കെ പണിത് ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിന് ചുറ്റും പാർക്കുന്ന ആളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ഭവനത്തിൻ്റെ, കുടിവെള്ളത്തിൻ്റെ ഇത്യാദി കാര്യങ്ങളുടെ ദൗർബല്യതയെ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതും ഇത്തരണത്തിൽ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അതേപോലെ LPG കണക്ഷനുകൾ വർദ്ധിപ്പിച്ചു, എന്നാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. ഭൂഗർഭ സംഭരണശാലകൾ, തുറമുഖങ്ങളിലെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി എന്നിവയിൽ വലിയ കുറവുണ്ട് നമ്മുടെ രാജ്യത്ത്. ഒന്നാമത് നമ്മുടെ രാജ്യം പോപ്പുലേഷൻ നിരക്കിൽ ഉന്നതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള കാര്യക്ഷമമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒന്നും തന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രാജ്യത്ത് വേണ്ടുന്ന പോലെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്കാരിനെതിരെ ജനങ്ങൾ വിരൽ ചൂണ്ടുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മുൻകരുതലുകളും തിരുത്തൽ നടപടികളും കൂടെ നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. തന്ത്രപ്രധാനമായ LPG ശേഖരം നിർമ്മിക്കുക, അത് അടിയന്തരമായി ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഭൂഗർഭ സംഭരണ സൗകര്യങ്ങളും പ്രാദേശിക സ്റ്റോക്ക് പോയിന്റുകളും അടിയന്തരമായിട്ട് വികസിപ്പിച്ചാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. മാത്രമല്ല, ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക. പശ്ചിമേഷ്യയെ മാത്രം ആശ്രയിക്കാതെ ആഫ്രിക്ക, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും കൂടെ ചെയ്യണം. ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തണം. പരിമിതമാണെങ്കിലും റിഫൈനറി കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ആഭ്യന്തര ഉൽപാദനം നമ്മൾ കൂട്ടാത്തിടത്തോളം കാലം നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹീനമായി തീരും. ഇത് പ്രധാനമന്ത്രിജി അടക്കം എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ പൊങ്കുവന്മാരും അറിഞ്ഞിരിക്കണം. സംസ്ഥാന തലങ്ങളിൽ പോലും ഇതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യാൻ തക്കവണ്ണം സംസ്ഥാന സർക്കാരുകൾക്കും ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടുന്ന ചില മേഖലകളുണ്ട്. ഞാൻ പറയാം. അപ്പോൾ മറ്റ് ഊർജ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനിയും നമ്മുടെ കേരളത്തിൽ വരുന്ന സംസ്ഥാന സർക്കാർ ആരാണെങ്കിലും ശരി, തിരിക്കേണ്ട ഒരു കാര്യം, പുതിയ ഗവേഷണങ്ങൾ നടത്തി നമുക്ക് ഊർജ സംവിധാനങ്ങൾ എങ്ങനെ കൂടുതലായിട്ട് ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി തീർക്കാം എന്നുള്ളതിന് വേണ്ടി ചില ഡിസ്കവറീസ് അല്ലെങ്കിൽ ചില പ്രത്യേക പരീക്ഷണങ്ങളൊക്കെ നടത്തുവാൻ തക്കോണം ഇടയായിത്തീരണം. ഇൻഡക്ഷൻ സ്റ്റൗ, വൈദ്യുത പാചകം, അതുപോലെ തന്നെ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG, അങ്ങനെയുള്ളത് നമ്മൾ ചിന്തിക്കണം. ബയോഗ്യാസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബയോഗ്യാസ് ഒക്കെ നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ അത് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള ഗവേഷണങ്ങൾ നടത്തണം. അതേപോലെ തന്നെ LPGയുടെ സമ്മർദ്ദം കുറയ്ക്കുക. LPG കൂടുതൽ ഉപയോഗിക്കുന്ന ആ പരിപാടി നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിന് ഇതേപോലുള്ള ഈ ക്ഷാമങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ദേശീയ ഊർജ റിസ്ക് ഫ്രെയിംവർക്ക്,
അത് വർദ്ധിപ്പിക്കണം. യുദ്ധം, വിലക്കയറ്റം തുടങ്ങിയ സാഹചര്യങ്ങൾ നേരിടാൻ തക്കോണം ഒരു പ്രത്യേക നയം നമുക്കുണ്ടാകണം. അതില്ല എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളതും കൂടെ ഓർത്തുകൊള്ളണം. അപ്പൊ ഇന്ത്യയുടെ LPG നയം ഒരു വൈരുദ്ധ്യമാണ്. ദുർബലമായ അടിത്തറയിൽ കെട്ടിപ്പടുത്ത മികച്ച ഒരു ക്ഷേമ പദ്ധതി, ലഭ്യതയും അഥവാ ആക്സസിബിലിറ്റിയും കുറഞ്ഞ ചെലവും അഫോർഡബിലിറ്റി ഇന്ത്യ ഉറപ്പാക്കി. എന്നാൽ സുരക്ഷ, സെക്യൂരിറ്റി എന്ന മൂന്നാമത്തെ തൂണ് ഉറപ്പിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ അതിന് ഇടം കൊടുത്തില്ല. ആ തൂണ് ഊട്ടി ഉറപ്പിച്ചില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുവാനുള്ള കാരണം. അപ്പൊ ഇതിനെ നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ ഈ സെക്യൂരിറ്റി വളരെ പ്രോത്സാഹനകരമാക്കണം. അതിനെ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പൊ നയപരമായ പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇനിയും സാധിക്കും. പക്ഷേ ദ്രുതഗതിയിൽ നാം പ്രവർത്തിച്ചെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതല്ലാതെ മനുഷ്യന്റെ ക്ഷേമകരമായ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ് ഈ നാളുകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വേദനാജനകമായ കാര്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ എല്ലാ മേഖലകളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു സർക്കാരിനും ഭൂഷണമല്ല എന്നുള്ളത് നന്നായിട്ട് ഓർക്കുകയും വേണം. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ ചോദിച്ചേക്കാം, ഈ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? അതിനൊക്കെ രാഷ്ട്രീയക്കാരില്ലേ? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. രാഷ്ട്രീയക്കാർ പരാജയപ്പെടുന്നിടത്താണ് ജനങ്ങൾ ശക്തരാകുന്നത്. ജനങ്ങളെ ശരിയായ രീതിയിൽ നടത്തുവാൻ ഉത്തരവാദിത്വമുള്ളവരാണ് ബിഷപ്പുമാരും അച്ഛന്മാരും സഭയുടെ പുരോഹിതന്മാരും ഒക്കെ. അത് മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കാൻ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കന്മാരുടെ നേതൃത്വ നിരയെ ശരിയായ വിധത്തിൽ നയിക്കാൻ, അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ, അവർ പരാജയപ്പെടുമ്പോൾ ഇന്ന കാരണത്താൽ നിങ്ങൾ പരാജയപ്പെടുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.